കാണാൻ അതിമനോഹരമായ ഒരു ചെടിയാണ് അരളിച്ചെടി. കാണാൻ മനോഹരമാണെങ്കിലും ഇതിന് അപകട സ്വഭാവവും ഉണ്ട്. അടിമുടി വിഷം നിറഞ്ഞ ഒരു ചെടിയാണ് അരളിച്ചെടി. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ അരളിച്ചെടിയെ പറ്റിയാണ്. അരളിച്ചെടിയിൽ വിഷം ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും ഡൗട്ടാണ് ഇത് വീട്ടിൽ വളർത്താമോ എന്ന്. നെറിയം ഒലിയാൻഡർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇത് പിങ്ക്, ചുവപ്പ്, വെള്ള, മഞ്ഞ എന്നിങ്ങനെ പല നിറങ്ങളിലും വരുന്നു. ഈ ചെടിയിൽ ടോക്സിക് കാർഡിയോഗ്ലൈക്കോസൈഡുകൾ എന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ചാൽ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഒലിയാൻഡറിലെ കാർഡിയോഗ്ലൈക്കോസൈഡുകൾ ഹൃദയത്തെ ബാധിക്കുന്നു. ഈ രാസവസ്തുക്കൾ ഹൃദയമിടിപ്പ് കുറയ്ക്കുക. പൂക്കളെയും ഇലകളെയും അപേക്ഷിച്ച് ഈ ചെടിയുടെ സ്രവം കൂടുതൽ വിഷമാണ്. ഇത് ഹാർട്ടിനെ മാത്രമല്ല ശരീരത്തിലെ മറ്റു ഓർഗൻസിനെയും ബാധിക്കുന്നതാണ്. കുറച്ച് ദിവസം മുൻപ് അരളിപ്പൂവോ ഇലയോ ഏതോ ഒന്ന് വായിലിട്ട് ചവച്ചതിൻ്റെ ഫലമായി ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത നമ്മൾ കേട്ടതാണ്. നമുക്കിത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം വീടുകളിൽ വയ്ക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ചെറിയ കുട്ടികളും വളർത്തു മൃഗങ്ങളും അതിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കരുത്. ചെടിയുടെ ദോഷഫലങ്ങളെപ്പറ്റി കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അറിയാതെ പോലും നമ്മളിതിൻ്റെ ഒരു പാർട്ടും വായിലിടാൻ പാടുള്ളതല്ല. ഇതൊക്കെയാണെങ്കിലും ഈ ചെടിക്ക് നല്ല വശങ്ങളുമുണ്ട്. ഈ ചെടി ചില മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അമ്പലങ്ങളിൽ മതപരമായ ചടങ്ങുകൾക്ക് മാല കെട്ടാനൊക്കെ ഇതിൻ്റെ മനോഹരമായ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുർഗാദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂ കൂടിയാണ് അരളി. പക്ഷേ ചിലപ്പോൾ അമ്പലത്തിലെ പ്രസാദത്തിലൊക്കെ ഈ പൂവ് കാണാം. ഇത്രയും ഡേഞ്ചറസ് ആയ ഈ ചെടിയുടെ പൂവ് പ്രസാദത്തിലൊന്നും ഇടാനേ പാടുള്ളതല്ല. അലങ്കാരത്തിന് വളരെ നല്ലതാണ് ഈ പൂവ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ ചെടിയുടെ ഒരു ഭാഗവും തിന്നാൻ പാടുള്ളതല്ല. പിന്നെ നമ്മൾ ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഹൈവേകളിലൊക്കെ നടുവേയുള്ള ഡിവൈഡറുകളിൽ അരളിച്ചെടികളിങ്ങനെ നിരനിരയായി വളർന്നിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നല്ല മനോഹരമായ കാഴ്ചയാണത്. ഇതിങ്ങനെ നടുന്നത് മനോഹാരിതയ്ക്ക് വേണ്ടി മാത്രമല്ല, ട്രാഫിക്കിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം കുറയ്ക്കാനും വായുവിൽ നിന്നുള്ള മലിനീകരണം ആഗിരണം ചെയ്യാനുമുള്ള ഈ ചെടിയുടെ കഴിവ് നഗരപ്രദേശങ്ങളിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ്.